മീനെടുത്ത് പുറത്തേക്ക്. അയ്യോ ഇതെന്ത് മീനത്? ഊതയാ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒന്ന് കറി വയ്ക്കണ്ടേ. ഞാൻ പുറത്ത് പറ്റില്ല. പിന്നെ മോളിന്ന് ഇത്ര നേരം വിളിച്ചിട്ടില്ല? ഇത്ര നേരം വിളിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരവും വിളിച്ചിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരവും നേരം വിളിക്കുമ്പോഴൊക്കെ വിളിക്കുന്നതാ. സമാധാനത്തിലിരിക്കുന്നുണ്ടാവും. അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പം നേരം വിളിക്കുമ്പോഴേക്കും വിളിക്കില്ലേ? അതിനവ നന്നായ മതിയല്ലോ. അന്നെൻ്റെ മോൾക്കൊരു പ്രശ്നവുമില്ല. സമാധാനത്തോടെ ഇരിക്കുക. അതൊക്കെ നന്നാവും. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ഒരു വിഷമമൊന്നും ഇല്ലെങ്കിലേ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഞാൻ വേഗം കറി ഉണ്ടാക്കാൻ നോക്കട്ടെ, തേങ്ങ അടിച്ചിട്ട്. ഫോൺ അടിക്കുന്നല്ലോ, ആരാണാവോ? മോളോ? ഹലോ മോളെ. എന്താ കരയുന്ന? എന്ത് പറ്റി? അവൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയോ? നീ എന്തിനാ ഇങ്ങനെയും കരയുന്നത്? കൊറേ തല്ലിയമ്മ ഇന്നലെ കഴുത്തിലേക്ക് പിടിച്ചു. എനിക്ക് വയ്യ അമ്മ ഇവിടെ നിൽക്കാൻ. അപ്പൊ നിന്റെ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ലേ അടുത്ത്? ഇവിടുത്തെ അമ്മ ഉണ്ടായിരുന്നു. അമ്മളോട് മാത്രം ഞാൻ തന്നെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കൊന്നായിരുന്നു അമ്മ. എനിക്ക് അത്രയും പേടിയമ്മ ഇവിടെ നിൽക്കാൻ. എന്താ മോളെ അവനിങ്ങനെ? അവൻ നന്നാവുമെന്ന് എനിക്കിനി തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്നോണ്ടമ്മ. ഇങ്ങോട്ട് വരുമോ? എന്നാ ഞാൻ അച്ഛനെ പറഞ്ഞേക്കട്ടെ. അച്ഛൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയേ ഉള്ളൂ. എന്നാ വിളിക്കട്ടെ അച്ഛനെ. അച്ഛനെ വിടണ്ട, ഞാൻ അങ്ങനെ വന്നോളാം. എന്നാ ശരി, ഒരു ഓട്ടോ പിടിച്ചു വാ. ശരി എന്നാ മോളെ, ശരി. വേഗം വരാൻ നോക്കിട്ടാ. ശരിയമ്മ. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമായി കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ പിണങ്ങി വരുന്നത്. ആൾക്കാരുടെ മുൻപിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അവളോട്ട് കേൾക്കൂല്ല. പിന്നെ അവന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ ഇറങ്ങി ഓടാൻ നിൽക്കും. അതാണ് അവന് ഇത്രയും എളുപ്പം. ഇനി എന്തായാലും വന്നാൽ പറഞ്ഞേക്കില്ല. അതേ തേങ്ങ ചൊരഞ്ചതും കറി വെച്ചതൊക്കെ ഒന്ന് സമാധാനത്തിലിരുന്നതാ. മോളെ. അമ്മ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാമ്മ. എൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇന്നലെ എവിടെ ഉണ്ടായ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അമ്മോട്. ഞാനത് അങ്ങോട്ട് പറയാൻ വരിക. മോള് പോയിക്കോ, അതാ നല്ലത്. ഇനിയിപ്പോൾ ഇന്നലെ ഇറങ്ങി പോയതല്ലേ, ഇത്ര നേരം ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് വരുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മോളെ നോക്കി ഇവിടെ ഇരിക്കാനും കഴിയില്ല. എനിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ. മോള് പോയി രക്ഷപ്പെട്ടോ, അതാ നല്ലത്. എനിക്ക് സ്നേഹമുള്ള അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ ഉണ്ടല്ലോ. മോളെ, കല്യാണത്തിന് മുൻപ് ഇത്രയും ദുഷ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതല്ലേ അമ്മ മോളെ പെണ്ണ് അന്വേഷിച്ച് വന്ന് അതിന് കല്യാണം കഴിച്ചു കൊടുത്തത്. ഇപ്പം അമ്മ ദ്രോഹിച്ച പോലെയായില്ല മോളെ. അറിഞ്ഞുകൊണ്ട് ഞാൻ പെടുത്തിയെന്ന് എനിക്ക് തോന്നുക. എന്ത് ചെയ്യാനാ? എല്ലാ അമ്മമാർക്കും ഇങ്ങനെയായിരിക്കും, മക്കൾക്കൊരു നല്ല ഭാവി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മോളെ ജീവിതമല്ലേ പോയത്. മോളുടെ ജീവിതം പോവില്ല. വേണ്ട, ഇനി ഇങ്ങോട്ട് വരണ്ട. ഇവനെ എനിക്ക് വേണ്ട. നിന്റെ മനസ്സിൽ ഇവനെ വിട്ടേക്ക്. മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. ഈ അമ്മൻ്റെ അനുഗ്രഹം എന്ന് മോൾക്കുണ്ടാവും. മോള് പോയിക്കോ. എനിക്ക് നല്ല വിഷമമുണ്ട്. നല്ലൊരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് അതിനൊന്നും മര്യാദ സ്നേഹിക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ലാരോ. എന്നും പിന്നെ ദുഷ്ട തരുമല്ലോ എൻ്റെ മോൾ എത്ര സഹിച്ചത്. അമ്മ,
ഈ സാധനം ഇതെനിക്ക് വേണ്ട. ഇതുള്ള കാരണം കൊണ്ടല്ലേ ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചത്. ഇതമ്മ കയ്യിൽ വെച്ചോളൂ. ഞാൻ പോവും. എനിക്ക് അമ്മോട് ഒരു കുഴപ്പമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അമ്മയും. അമ്മേനെ വിട്ടുപോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, പക്ഷെ എനിക്ക് പേടിയമ്മ. ഇന്നലെ ഇവിടെ എന്തുണ്ടായത് അമ്മ കണ്ടതല്ലേ. ഞാൻ പോട്ടമ്മ. അമ്മ വാ മോളെ കയറ്. നീ എത്രാമത്തെ പ്രാവശ്യം മോളെ ഇങ്ങനെ പിണങ്ങി വരുന്നത്? എന്തിനാ നീ ഇങ്ങനെ അവൻ്റെ അടി കൊള്ളുന്നത്? എത്ര അടിയാണ് എനിക്ക് കിട്ടുന്നത്? അത് എവിടെയെങ്കിലും അടി തട്ടി എന്തെങ്കിലും ആയിപ്പോയതാണെങ്കിലോ അവൻ എന്തില്ലേ, അവൻ അടിച്ചു തട്ടി പോയി എന്ന് പറയാം. ഞങ്ങളുടെ മോളല്ലേ നഷ്ടപ്പെടും. ഞങ്ങൾക്ക് തല്ലും കൊണ്ടിട്ട് വരിക ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ. എന്താ മോളെ ഇത് എത്രാമത്തെ പ്രാവശ്യം ഈ അടിയും കൊണ്ടുവരും? അടിച്ച തിരിച്ചടിക്കണ്ടേ? എന്നിട്ട് വിളിക്കട്ടെ അച്ഛനെ. അച്ഛൻ പറഞ്ഞു തന്നെയാണ് ശരി. നിന്നെ അല്ലാതെ എന്താണ് ഇത്ര പഠിപ്പിച്ചത്? നീ അവിടെ തല്ലുകൊണ്ട് ചാകാൻ വേണ്ടി നിന്നെ അവിടെ ഇരുത്തിയതാ. എത്രാമത്തെ പ്രാവശ്യം നീ തല്ലുകൊള്ളുന്നവൻ്റെ? എത്ര പ്രാവശ്യം നീ പിണങ്ങി വരുന്നത്? പിണങ്ങി വന്ന് അവനൊന്ന് വിളിക്കാൻ വരും, അവനെ കണ്ട പിന്നാലെ അങ്ങ് ഓടും. എന്തിനാ നിനക്ക് അങ്ങനത്തെ ഒരു ഭർത്താവ്? അതിനെ ഉപേക്ഷിക്കാൻ നിനക്ക് കഴിയില്ല അല്ലേ? അതിനച്ഛാ അമ്മ, നിങ്ങൾ വിചാരിക്കണ പോലെ ഒരാളല്ല ഏട്ടൻ. ശരിക്കും ഏട്ടനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ എന്നെ തല്ലേയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും അത് കഴിഞ്ഞാൽ എന്നോട് എത്ര വട്ടാന്നറിയോ സോറി പറയുക. എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങിയവരും ഡ്രസ്സ് വാങ്ങിച്ചവരും സിനിമയ്ക്ക് കൊണ്ടുപോകും ഒക്കെ ചെയ്യും. പിന്നെ കുറേ കാലത്തേക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ ഇന്നലെ ഇത് അങ്ങനെയല്ല. ഇന്നലെ എന്നെ തല്ലിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അവിടുത്തെ അമ്മ ചീത്ത പറഞ്ഞപ്പോൾ പിന്നെ അത് ഒരു വട്ടം പോലും വിളിക്കുക വീട്ടിലേക്ക് വരും ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞത് മോള് പോയിക്കോളാം. അത്രയൊക്കെ ഉപദ്രവിച്ചെൻ്റെ അമ്മ. ഏട്ടനെ ഇനി ഞാൻ അങ്ങനെ തിരിച്ചു പോവില്ല. എനിക്ക് വിവരമുണ്ടോ? സ്നേഹമുണ്ട്. എത്ര സ്നേഹം! നിന്നെ പിടിച്ച് അടിച്ചിട്ട് അവിടെ ഇടുക, എന്നിട്ട് കുറച്ച് നേരം കഴിയുക, പുറത്ത് കൊണ്ടുപോയി ബിരിയാണി വാങ്ങിത്തരിക, സിനിമയ്ക്ക് കൂട്ടിയിട്ട് പോവുക, ഒരു ഡ്രസ്സ് വാങ്ങിത്തരിക. ഇതാണ് ഒരു ജീവിതം. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായില്ലേ. അതിന് മക്കളെ വേണം ഇന്ന് വരക്കുള്ള ബോധവുമില്ല. കുട്ടികളുണ്ടാകാത്ത നിന്റെ കുഴപ്പമാണ് മക്കളെ അവൻ നടക്കുന്നത്. മാനസിക രോഗി. ഇങ്ങനെയുള്ള എന്തിനാ കുട്ടികളില്ലായിരിക്കും നല്ലത്. ആ കുഞ്ഞിനെ കൂടി കഷ്ടപ്പെടുത്താനാ? മോളെ, നീ പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു കേൾക്കാണ്ട് നീ പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം നീ പോകില്ല എന്ന് പറയണോ? ഞങ്ങൾക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. അഥവാ നീ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നീ ചവിട്ടരുത്. നീ അനുഭവിക്കാൻ തയ്യാറായിട്ട് പോയിക്കോ. അല്ലെങ്കിലോ അവരുമായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് വേർപെടുത്താൻ നോക്കുക. ഇല്ല അമ്മ, ഇല്ല അച്ഛാ, ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല തീരുമാനിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്കിനി പറ്റില്ല ഇങ്ങനെ പേടിച്ച് അവിടെ ജീവിക്കാൻ. എനിക്കിനി ഇങ്ങനത്തെ ഒരു ജീവിതം വേണ്ട. ഇന്നലെ എന്നെ കഴുത്തിങ്ങനെ പിടിച്ചത് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് അമ്മ ഇടപെട്ടില്ലെങ്കിൽ ഞാനൊരു മരിച്ചു പോയിരുന്നു. ഏട്ടനെ കൊന്നായിരുന്നു. പക്ഷെ അത്രയും ഞാൻ അനുഭവിച്ചു. എനിക്കിനി പേടിയാ. ഞാനെൻ്റെ താലിബാലൊക്കെ ഊരി അമ്മയുടെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇനി ഞാൻ പോവില്ല. ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോവില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത്ര സഹിച്ചിരിക്കുക. ഒന്നിനും ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ പോലീസിനെ നിങ്ങൾക്ക് വിളിച്ചൂടെ? അതന്നെ ഞാനും പറയുന്നത്. എനിക്കത് പോലീസിന് വിളിച്ചുകൂടെ മോളെ? അവന് ഒരിക്കലും പുറലോകം കാണാത്ത പോലെ അറസ്റ്റ് ചെയ്യില്ലേ അവര്? നിന്റെ കാണുമ്പോൾ നെഞ്ച് പൊട്ടി പോകുക. ഞാനതൊക്കെ ആലോചിച്ചതമ്മേ, പോലീസിനെ വിളിച്ചാലതൊക്കെ. പക്ഷെ അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വിളിക്കാന്ന് വെച്ചാൽ ആ അമ്മ പാവല്ല അമ്മ. അമ്മ വിഷമിക്കില്ലേ? അടുത്തുള്ളവരൊക്കെ കാണില്ലേ പോലീസുകാർ ആ വീട്ടിലേക്ക് വന്നാൽ? ഞാനായിട്ട് ആ അമ്മനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചതാ. അടുത്ത വീട്ടുകാർ അപ്പൊ ഈ നിന്നെ തല്ലി ചതച്ചിടുന്നത് അടുത്ത വീട്ടുകാർ കണ്ടില്ലേ? ഇതൊന്നും ആരും അറിയാത്ത കാര്യങ്ങളാണോ മോളെ? ഇത് രഹസ്യം വെക്കേണ്ട കാര്യങ്ങളാണോ ഇത്? അമ്മായിയും നന്നായിട്ട് എന്താ കാര്യം? അമ്മായിയമ്മ നന്നായി അമ്മാനെ ചെന്നിട്ട് കാര്യമില്ലല്ലോ. നിന്റെ ഭർത്താവ് നന്നാവണ്ടേ?
ഞാൻ ചെയ്ത തെറ്റാണ്. നീ കല്യാണം വേണ്ട വേണ്ട പറഞ്ഞു. അച്ഛൻ്റെ കുടുംബക്കാർ കൊണ്ടുവന്ന കല്യാണം നല്ല ബന്ധമാണ് പറഞ്ഞ് നിന്നെ ഇറക്കിയത്. ആ തെറ്റ് ഞങ്ങൾ തന്നെ തിരുത്തിക്കോളാം. ഇനി എന്താ വേണ്ടത് നമ്മൾക്ക് തീരുമാനിക്കാം. അച്ഛൻ പോയി ഒരു വക്കീൽ എന്തെങ്കിലും കണ്ടിട്ട് ചെയ്യാം നമുക്ക്. നിന്റെ ഇപ്പം കരച്ചിലും ഈ സങ്കടമൊക്കെ ഈ തല്ലിയ പാടും എൻ്റെ മോൻ കണ്ടിട്ടുണ്ടെങ്കിലോ അവനിപ്പോൾ തലിച്ചതക്കിലാണ് പോയിട്ട്. അതുകൊണ്ട് അവനെ അറിയിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും അവനെയും കൂടെ ഒന്ന് വിളിക്കട്ടെ, ഇത് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മോളെ നിനക്ക് കഴുത്തോ ശരീരം എവിടെയെങ്കിലൊക്കെ വേദന ഉണ്ടെങ്കിലേ ഒന്ന് ഡോക്ടറെ കാണിച്ചു വരും നമുക്ക്. വേണ്ടമ്മേ, ഞാനെന്തായാലും കുറച്ചേരൊന്ന് പോയിട്ടേ സമാധാനമായിട്ട് കിടക്കട്ടെ. പാവം എൻ്റെ കുട്ടി എത്രമാത്രം അനുഭവിക്കുന്നു. എൻ്റെ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചു വിട്ടത്. മോളെ, കോടതിയിൽ അവൻ വന്നു കഴിഞ്ഞാലേ അവൻ പലതും പറയും. അതൊന്നും നീ ശ്രദ്ധിക്കുക, അവൻ്റെ മുഖത്തായിട്ട് നോക്കരുത്. കാരണം നീ ഒരുപാട് അനുഭവിച്ചു തന്നെ. ആ ഓർമ്മ നിൻ്റെ മനസ്സിൽ എന്നും വേണം. ഇനിയിപ്പോൾ അവനെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകാനോ അതിനൊന്നും നിൽക്കരുതേ. നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഈ വീട്ടിൽ കയറില്ല, ഈ അച്ഛനും അമ്മയും നിനക്ക് ഉണ്ടാവില്ല. ഞങ്ങൾ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്നൊരു വിശ്വാസമില്ലേ? ഇപ്പൊ ഞാനൊരു 6 മാസമായിട്ട് എന്തൊരു സമാധാനത്തിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി അയാളായിട്ട് എനിക്ക് ഒരു ബന്ധവും വേണ്ട. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണമെന്നേ ഉള്ളൂ എനിക്ക്. മോളെ, ഈ ഓർമ്മ കോടതിയിൽ വെച്ചും വേണം. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു കേൾക്കാണ്ട് പോയ ആളാ നീ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ല അച്ഛാ, അന്നത്തെ പോലെ ഒന്നല്ലല്ലോ ഒന്ന്. ഇപ്പൊ അങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിലേ ഇല്ല. എങ്ങനെയെങ്കിലും എനിക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്നേ ഉള്ളൂ. മതി സംസാരിക്കുന്നത്, സമയം കളയണ്ട. അവൾ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, അവൾ അനുഭവിച്ചൊക്കെ അവൾക്ക് അറിയുന്ന കാര്യമല്ലേ. വാ മോളെ, പോവുക. വരും. ഇത്രയും പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ട് അവൾ ഇങ്ങനെ ചതിച്ചല്ലോ നമ്മളെ. ഇനിയിപ്പോൾ എന്ത് ജീവിതം അവൾക്ക് ഉണ്ടാവുന്നത് അവൻ്റെ ഒപ്പം? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. സമാധാനിച്ചിരിക്കുമോ? ഞാൻ മഹാഭാവി എന്തെങ്കിലും ചെയ്യുമോ എൻ്റെ മോള്? ഇങ്ങനെ ഒരു പൊട്ടത്തി ആയല്ലോ നമ്മുടെ മോള്. ആ കോടതിയിൽ വെച്ചിട്ട് നാണം കെടുത്തിയില്ലേ? നമുക്ക് അവരുടെ മുൻപിൽ വെച്ചിട്ട് പോകണ്ട എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളെ പറയില്ല, നിങ്ങളായിട്ട് പിരിപ്പിച്ചതാണ് പറയില്ലേ കോടതി. മന്നമൂത്തി അവള് ഇത്ര നമ്മൾ പറഞ്ഞു കൊടുത്തേ, പിന്നെ അങ്ങനത്തെ ചെയ്തില്ലേ? എന്ത് പണി ചെയ്ത് കോടതി വെച്ച് അവമാനിച്ചാണ്. ആ ഇരിക്കും ഇനി അവളവിടെ. എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ മുഖത്ത് കണ്ടില്ല കള്ള ലക്ഷണം. അവൻ്റെ അമ്മ പോലും വന്നിട്ടില്ല. എങ്ങനെ വരും? അവരല്ലേ മോളെ നീ പൊയ്ക്കെന്ന് പറഞ്ഞു വിട്ടത്. അനുഭവിക്കട്ടെ, മതി. ഇനി വിളിച്ചാലോട്ട് ഞാൻ ഫോൺ എടുക്കൂല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോളെ എനിക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി. അമ്മേ, അമ്മ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത്? എനിക്കറിയാം അമ്മയ്ക്ക് അച്ഛനോടൊക്കെ എന്നോട് ദേഷ്യമാവുന്ന. എനിക്കൊരു അബദ്ധം പറ്റിയത്. ഇനി ഞാൻ എന്തായാലും അങ്ങനെ വരില്ല. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അമ്മേനെ വിളിച്ചത്. അയാളെ എന്നെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചോണ്ടിരിക്കുക. അയാൾ അന്നത് ചതിച്ചത്. അമ്മേ, ഞാനിനി ഉണ്ടാവില്ല. ആർക്കൊരു ശല്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല. അമ്മ, ഞാൻ പോവാ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോവാ. അപ്പോൾ ട്രെയിനിന് മുന്നേ പോയി ചാടാൻ പോവാ. ഇനി ഞാൻ ഉണ്ടാവില്ല. അമ്മയെ അച്ഛനോട് പറയണം. അവൻ വിളിക്കുമ്പോൾ അവനോട് പറയണം അവൻ്റെ ചേച്ചി ഇനി ഇല്ല എന്നുള്ളത്. എന്താ അമ്മ സ്വപ്നം കണ്ട് എന്താ അമ്മ പേടിച്ചേ? മോൾ അവിടെയാണ് അമ്മ സ്വപ്നം കണ്ട്. മോൾക്കൊന്നും പറ്റില്ലല്ലോ. അടിച്ചിട്ട് അവനിവിടെയൊക്കെ അടിച്ച്. ആരടിച്ചു? എന്നെ ആരടിക്കാനമ്മ? ഞാനിപ്പോ ഇവിടെ ഇല്ലേ? അമ്മ എന്താ സ്വപ്നം കണ്ടേ? മോളെ അടിച്ചിട്ട്. അമ്മ, ഞാൻ ഇവിടെ ഇല്ല അമ്മേ. മോളെ ഇവിടെയൊക്കെ മുറിവായി. ഒരു കുഴപ്പമില്ല എനിക്ക്. അമ്മൻ്റെ അടുത്ത് പറഞ്ഞില്ലേ
മരിക്കാൻ പോകുന്നു. ഞാനാ? അമ്മ വെറുതെ സ്വപ്നം കണ്ടത് അത്. അമ്മ പേടിച്ചു പോയി മോളെ. ഇനി മോള് പോവില്ലല്ലോ. അമ്മ, ഞാൻ എത്ര കാലമായി ഇവിടെ വന്ന് നിൽക്കണു. ഇനി ഞാൻ വീണ്ടും പോവില്ല എന്ന് എത്ര വട്ടം പറഞ്ഞത് അമ്മോട്? അമ്മ എപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണോ? അതൊക്കെ ഞാൻ എന്നോ മറന്നു. ഇങ്ങനെ ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചിരുന്നിട്ടല്ലേ ഇങ്ങനെ സ്വപ്നം കാണുന്നത്? വരൂ, എണീക്ക് വാ, നമുക്കിവിടെ എന്തെല്ലാം പണികളുണ്ട്.